കർത്താവേ പിടിവിട്ടാ അങ്ങനെ ഇരുന്നാലേ 8ന്റെ തുള്ളിക്ക് പഴുക്കൂട്ടാ. ഗൾഫിൽ പോയാലൊന്ന് ആലോചിക്കുക. ഈ വഴിക്കാ ഇത്ര പെട്ടെന്ന് ഗൾഫിൽ പോവാൻ മാത്രം എന്തുട്ടപ്പണ്ടായേ? എന്തുട്ടുണ്ടാവാൻ, എനിക്ക് പോണം തോന്നി ഞാൻ പോണു, അത്ര തന്നെ. ഷമീർ പോയില്ലേ? കൊടിയൊന്ന് കെട്ടി തന്നെ. അല്ല, ഇമ്മടെ വീട്ടിൽ നിന്ന് കുടുംബസമ്മേളനാണേ. അതെ, ഈ കൊടിയൊന്ന് കെട്ടണം. ഷമീറുള്ളപ്പോ അവനാ കെട്ടാറ്. ലോനപ്പേട്ടനത് ശീലമില്ലാത്തല്ലേ ഇങ്ങോട്ട് താഴെ ഞാൻ കെട്ടിക്കോളാന്ന്. വേണ്ട, നോക്കിയാ ഉറച്ചിട്ടില്ല അത്. വേണ്ടെന്ന് വള്ളിന്നാ നീ ശരിയല്ലേ? ഓക്കെ അല്ലേ? ഇറക്കിയോ? മതി മതി. കോണി നേരെയാണോ നോക്കണ്ട്. കോണി നോക്ക്. ഞാൻ നോക്കിട്ട് എന്താ കാര്യം, നോക്കി ഇറങ്ങ. ശീലമില്ലാത്തൊരു കാര്യമാണ്. ഒരാളുടെ സഹായം വേണ്ട, മനസ്സിലായ? അപ്പൊ ഇതോ കെട്ടാളതാ. ഇങ്ങോട്ട് പോയാ ഞാൻ കെട്ടിക്കോളാലോ. ഇങ്ങോട്ട് പോവാ, കലിച്ചിട്ട് പോണേ. ഇത്രയും കൂടെ പൊക്കി കെട്ടായിരുന്നു. എന്താ പറ്റിയേ? പൊട്ടി. ആരുടെ? ഓ അഴ. ജോർജേട്ടൻ എങ്ങനെയും നടപടിയാക്കണട്ടാ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ക്ഷീണ ആക്കിന്ന് 25 കുടുംബക്കാരുടെ കൊടുക്കാറുണ്ട്. ഇതും കൂടി കഴിഞ്ഞാൽ പള്ളിക്ക് ഒരു ഇഞ്ച് ഭൂമിയിലെ കല്ലറ വയ്ക്കാം. പിന്നെ ഒരു കല്ലറയ്ക്ക് 2.5 ലക്ഷം എന്ന് പറഞ്ഞാൽ അത്ര അധികമൊന്നുമല്ല. അത് കൊടുക്കാന്ന്. പക്ഷെ ജോർജേട്ടൻ നമുക്ക് തന്നെ കിട്ടണട്ടാ. കല്യാണാലോചനൊക്കെ നടക്കണ സമയണേ. കെട്ട് കഴിഞ്ഞിട്ട് സെമിത്തേരിയിൽ തൊട്ടുമുത്താൻ ചെല്ലുമ്പോ ഒരു കല്ലറില്ലെന്ന് പറഞ്ഞാ അതിന്റെ കുറച്ചില് നമ്മുടെ ഫാമിലിക്കിനെ. പിന്നെ മണ്ണും കൂനൽ തൊട്ടുമുത്താൻ ഡിമ്പലിനെ കിട്ടില്ല കേട്ടാ. അച്ഛൻ ഞായറാഴ്ച പള്ളിയിൽ വിളിച്ച് പറഞ്ഞപ്പോ തന്നെ 50 പേരാ ബുക്ക് ചെയ്യാൻ വന്നത്. ആദ്യം ആരാ മരിക്കുന്നേ? അവർക്ക്. ആ തെക്കേതയുടെ പപ്പ ആദ്യം മരിക്കാന്ന് വെച്ചാൽ അവർക്ക്. നിന്റെ അപ്പ ആദ്യം മരിക്കാതെ നിനക്ക് കിട്ടൂലേ? നിന്റെ അപ്പം തന്നെ ആയിരിക്കും ആദ്യം. മാന്യമായിരുന്നു നമ്മൾ കല്ലറയിലേക്ക് എടുത്തിരിക്കും. ഇത് ചോർച്ചേണ്ട വാക്കാ. നടന്നാ മതിയായിരുന്നു. എന്തായാലും ബാബു ഇപ്രാവശ്യം യൂണിറ്റിനും പള്ളിക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് പിണ്ടി കൊടുക്കലും പെരുന്നാളിന് കുട സ്പോൺസർ ചെയ്യലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ സാധിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. 2 ഗ്ലാസ് ചായ കൂടി വെച്ചതില്. അതെ, ഈ ലോനപ്പെട്ട എന്തിനാ കടടച്ചേ? ലോനപ്പം എന്തിനാ കടടച്ചെന്ന് ലോനപ്പനോട് ചോദിക്കണം. അതെന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. അത് ചേച്ചി എന്നുള്ള രീതിയിൽ ചോദിച്ചാണ്. അതിന് ചൂടാവണം എന്തിനാ? ലോനപ്പനോട് ചോദിക്കണോന്ന് എന്നോട് ചോദിക്കണം എന്തിനാണ്? നീ ചായ കൂടി. എന്റെ ഈശോയെ, ഞാനിപ്പോ എന്തിനാ ചോദിച്ചേ? നോക്കണോണ്ട് കുഴപ്പമുണ്ടാ? ഒരു കുഴപ്പമില്ല. ചായ കൊടുക്കണം. അച്ചോ, അവനോടൊരു ധ്യാനത്തിന് പോവാൻ പറ. അതെ, വിൻസെന്റ് പള്ള പാരവകളുടെ അടുത്ത തെരഞ്ഞെടുപ്പിന് നീ ഉണ്ടായിക്കളേട്ടാ. നീ പ്രിയല്ലേ? പ്രിയായിട്ടും കിട്ടണ ഭാരവയാക്കാനാണോ? എന്താ കുഴപ്പം? ഒരു കാര്യമില്ല ചേട്ടാ. എന്തുട്ട് പാട്ട ചായ ഉണ്ട് എനിക്ക് വേണ്ടത്? അയ്യേ, കുട്ടൂസന്റെ മൂക്കും വളർത്തി നടക്കുക. വെള്ള കഥ മതിയായിരുന്നു. പിടിച്ചേ. എന്തുട്ടാ കട പൊട്ടിയേ? എന്താ പറ്റിയേ? എന്താ പറ്റിയേ? ഏയ്, നിനക്കവിടെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്. വെറുതെ ആർക്കില്ലാണ്ട് കളയണ്ടാ. കാശാർക്കല്ലേ കച്ചവടം കിട്ടും. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാന്ന്. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യമില്ല. ഓനപ്പാ, അത് നമ്മുടെ അപ്പാപ്പന്റെ കടയല്ലേ? അപ്പാപ്പന്റെ കാലത്ത് കിടന്നതിനേക്കാൾ എന്തൊരു അലമ്പായിട്ട് ആ സാധനം കിടക്കണേ. നീ ഒന്നും തുടങ്ങണമെങ്കിൽ എനിക്ക് ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. ഞാനെടുത്ത് വെച്ചിട്ട് നിന്നെ ചവിട്ടി പുറത്തുവെക്കാനൊന്നും പോകണില്ല കേട്ടോ. ഇവിടെ ഓക്കെ, നിനക്ക് താല്പര്യം മാനേജായിട്ട് കുടിക്കോ. എന്തേ? അതെന്താ വേണ്ടെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ നോക്കി ചെയ്തോളാന്ന്. ആണോ? ചായ എനിക്ക് വേണ്ടേ? പിന്നെ അങ്ങനെ നടക്കട്ടെ. വാ. അപ്പൊ ശരി വല്യേച്ചി, പോയിട്ട് വരാം. എന്താ കച്ചവടാക്കിയാന്ന്? ഏത് പട്ടിക്ക് കൊടുത്താലും ശരി, അവന് ഞാൻ കൊടുക്കൂലേ. എന്റെ ലോനപ്പെട്ട നിങ്ങളിങ്ങനെ ഡൗൺ ആവല്ലേ? ഈ ഉയർച്ച എന്ന് പറഞ്ഞ നമ്മുടെ കയ്യിൽ മാത്രം നിൽക്കണ കാര്യമല്ലോ. ഞാനൊരു പരാജയാടാ. പോവർന്ന് മിണ്ടരുത്. ഇവിടെ അകത്ത് കയറിയുണ്ട്. എന്തെന്ന് നേരത്തെ കടക്ക് കൂടുന്ന
എടുക്കല്ലോ പേട്ടാ എന്ത് നല്ല ഫുൾ ഫോമില എന്ത് സംഭവം? മൈസൂർ പാക്ക? ഒരു ഗംഭീര പാർട്ടിയുടെ സബ് കിട്ടിയിട്ടുണ്ട്. ആ സത്യം പറയല്ലോ പേട്ടാ, ഞങ്ങളെന്നെ ചൂടാക്കിയത് അപ്പൻ്റെ കണക്കെടുത്തെന്ന് പറഞ്ഞ് ഭ്രാന്താക്കിയപ്പോൾ അന്ന് തന്നെ 3-4 പേര് പോയി കണ്ടു. അതിലൊരെണ്ണം അങ്ങോട്ട് കൊളുത്തി. ഒന്ന് കേട്ടല്ലേ? നാളെ വെളുപ്പിന് പോകണല്ലോ. അപ്പൊ ശരിട്ടാ. ഐ അവനങ്ങട് ഡുമ്മെന്നും പറഞ്ഞങ്ങ് പൊന്തിയില്ല. ആയോ അപ്പം മടിയാവുമ്പോ ഞാൻ തീരെ ചെറുതാ. വലിയേച്ചിക്ക് കെട്ടുപ്രായം. പിന്നെ ഞാൻ വലുതായപ്പോ സിസിലേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി കുറെ ട്രൈ ചെയ്താ. കാശൊക്കെ സംഘടിപ്പിച്ചു വന്നപ്പോഴാ ചേച്ചിയുടെ വയറ്റിലൊരു മുഴ. പിന്നെ ആശുപത്രിയായി, ഓപ്പറേഷനായി. ഉണ്ടാക്കിയത് മുഴുവൻ അങ്ങ് തൂളിപ്പോയി. 2 ചേച്ചിമാര് നിൽക്കുമ്പോ സത്യം പറഞ്ഞ റോസ്ലിയുടെ കല്യാണം ഞാൻ എങ്ങനെയാണ് നടത്തുക? ഇപ്പൊ റോസ്ലി നിൽക്കുമ്പോ ഹെഡ് ചെയ്ത് എനിക്കാ കയറി കെട്ടാൻ പറ്റുമോ? അതും പറ്റില്ല. ആ കാലും അടയ്ക്ക് ഒരു പെട കൊടുക്കേണ്ടത് എന്റെ തന്തന്ന് പറഞ്ഞ ആൾക്കിട്ടാ. എന്തൊരു തേങ്ങയുടെ മൂപ്പര് പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത്. പോരാത്തനൊരു നശിച്ച നാടും കുറെ പിഴച്ച നാട്ടുകാരും. എന്താ ചെയ്യണ്ടെന്നൊരു പിടിയും കിട്ടണില്ല. ഒരു മൂച്ചിന് കയറി പീടിയെ പൂട്ടുകയും ചെയ്തു. ഇപ്പൊ ജോലിയില്ലണ്ടായി. അങ്ങനെ നോക്കുമ്പോ ലോനപ്പേരന്റെ കാര്യം അമ്പ പരാജയാ. എന്തുട്ട്? അല്ല, ലോനപ്പേരന്റെ കൂടെ ഉള്ളവരൊക്കെ നല്ല നല്ല നിലയിലായില്ലേ? അങ്ങനെ നോക്കുമ്പോ ലോനപ്പേരന്റെ കാര്യം പരാജയാന്ന് പറയാൻ ഞാൻ. ഇങ്ങനെയല്ലോടാ പട്ടി, നീ കൊറേ നേരത്തെ പറഞ്ഞത്. ലോനപ്പേരന്റെ എത്ര വീക്കാന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലായത്? എന്തുട്ടാ? എന്നിട്ട് ഇതുവരെ കട തുറന്നില്ലേ? ഇല്ലാന്നേ. കഷ്ടായല്ലോ. സാറിൽ നമുക്ക് പിടിക്കാം. എടുക്കുന്നേ വില്ലേജ് എടുക്ക്. ഉഗ്ര സാധന, ഓർഗാനിക്കാ. വേണ്ട മോനെ, വെറും വയറ്റി തിന്നാലേ ഓക്കാനിക്കും. ഷുഗറാ. ആ എന്നാ പിന്നെ എടുത്തു വെച്ചേക്കല്ലേ, ഭക്ഷണം കഴിയുമ്പോ കഴിക്കാലോ. എടുത്തു വെച്ചേര്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചേട്ടാ എഴുന്നേറ്റു, ഒന്നും അറിഞ്ഞിട്ടില്ല. പറട്ടെ റോസ്ലി, ഒരു ചായ. നീ ഇതപ്പോ വന്നു? എന്തോ ഉറക്കടാ. എത്ര നേരമായെന്നറിയോ വെയിറ്റ് ചെയ്യണത്? പൊട്ടി മരയ്ക്ക് ഒരു ഉദ്ദേശം വെച്ച് കുത്തനല്ലേടേ. ശരിയായോടാ? ഒന്ന് പോയി വരുന്നേ. കുഞ്ഞിടെ പോട്ടാ. ഓ പോലെ എങ്ങടേക്ക്? ഇന്നലെ രാത്രി പറഞ്ഞത്. രാത്രിയില്ല? ആ രാത്രി തന്നെ. രാത്രിയിൽ എന്തൊട്ട് പറഞ്ഞു? ഒന്നും ഓർമ്മയില്ലല്ലേ? ബെസ്റ്റ്. ഒന്ന് പോയി റെഡിയാക്കി. വില്ലേജ് 2 ദിവസത്തേക്ക് വേണം നോക്കണ്ടാട്ടാ. നീ പോയി റെഡി ആയിട്ട് ഒന്നേ. പോയിട്ട് റെഡി ആയിട്ട് വരാൻ. നീ ഓടിക്കാലോനാ, നമുക്ക് റേഷൻ കാർഡ് പുതുക്കാൻ പോണ്ടേ? ആ റേഷൻ കടയിൽ പോവാനുള്ളതാ. പിന്നെ അതല്ലേ ഇപ്പൊ വലിയ കാര്യം. നീ പോയി റെഡി ആക്കി. വെറുതെ എത്ര നാളായില്ലേ നമ്മളിങ്ങനെ ഒരുമിച്ചിട്ട്. നീ ഒന്ന് ഉഷാറായി. ഇവിടെ ഈ ഒരാഴ്ചയും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് ഞാനങ്ങ് പോവും. പിന്നെ ഇപ്പൊ വരാന്ന് വെച്ചിട്ടാണ് ഒന്ന് റിഫ്രഷ് ആകാന്ന് കരുതിയിട്ടല്ലേ ഞാൻ വന്നത്. അപ്പൊ നീ ഇങ്ങനെ ശോകം പിടിക്കല്ലേ? ശോകം പിടിക്കണതല്ല, പിന്നെന്താന്ന്? ഒരു മൂഡ് കിട്ടണ്ടടാ. മൂടൊക്കെ നമ്മളുണ്ടാക്കും. ആ